എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാരുണ്ട്. ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാർ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, 2 പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എങ്ങനെയാണ് ഈ പ്രവാചകൻ സ്വർഗത്തിൽ പോയെന്നറിയോ? ഇദ്രീസ് നബി അലൈഹിസ്സലാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ താമസിക്കുന്ന നബിയാണ്. എങ്ങനെ സ്വർഗത്തിൽ പോയെന്നറിയോ? ഭയങ്കര ഒരു കഥയാണ്, രസകരമായിട്ടുള്ളൊരു കഥയാണ്. ഇദ്രീസ് നബി സ്വർഗത്തിൽ പോയത് മനോഹരമായൊരു, കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി തോന്നും. അത്രയും തന്ത്രമായിട്ടാണ് സ്വർഗത്തിൽ കടന്നുപോയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാണ്, ഇദ്രീസ് നബി അലിഹിസ്സലാമും അസ്റായിൽ അലിഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരാ. ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ വരും, ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ ഒരിക്കൽ വന്നപ്പോൾ ചോദിച്ചു, അസ്റായിലെ, എനിക്കൊന്നും മരിക്കണം, ഈ മരണത്തിൻ്റെ വേദന എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാ. എനിക്കൊന്ന് മരിക്കണം, മരണത്തിൻ്റെ വേദന എന്താണെന്ന് എനിക്കറിയാൻ വേണ്ടിയാ. എനിക്കതുകൊണ്ട് ആ മരണവേദന അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തയ്യാറാകാമല്ലോ, ഒരുങ്ങിയിരിക്കാമല്ലോ, അതുകൊണ്ട് എനിക്കൊന്ന് മരിക്കണം. അപ്പോൾ അസ്റായിൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, ഈ പ്രവാചകൻ ഇങ്ങനെ ഒരു കാര്യമാണ് പറയണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് പിടിക്കുവാനും റൂഹ് തിരിച്ചു കൊടുക്കുവാനുമുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ ആ പ്രവാചകന്റെ റൂഹ് പിടിച്ചു. വല്ലാത്ത പ്രയാസവും വേദനയും റൂഹ് പിടിച്ചു. അത് കഴിഞ്ഞ് ജീവൻ തിരിച്ചു കൊടുത്തു. ചോദിച്ചു, നബിയെ, എങ്ങനെയുണ്ട് നബിയെ? വല്ലാത്ത ഭയാനകമാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വല്ലാത്ത പരിതാപം, വല്ലാത്ത വേദനയാ, ഒരു മനുഷ്യനും താങ്ങാൻ പറ്റില്ല മരണവേദന. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുറെ കാലം കഴിഞ്ഞിട്ട് പറയുക, എനിക്ക് രണ്ടാമതൊരു ആഗ്രഹം കൂടെയുണ്ട്. എന്താണ് നബി ആഗ്രഹം? എനിക്ക് അള്ളാഹുവിൻ്റെ നരകം ഒന്ന് കാണണം. പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം എനിക്കൊന്ന് കാണണം. ഇത് ഖുർആൻ പറഞ്ഞ, ഞാൻ വെറുതെ പറയണില്ല. ഈ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് നരകം ഒന്ന് കാണണം. അപ്പോഴും അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് എൻ്റെ കയ്യിലല്ല, അള്ളാഹുവോട് തന്നെ ചോദിക്കണം. അതും അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു, നരകം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. കൊണ്ടുപോയിട്ട് നരകം ഒന്ന് കാണിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് നബിയെ? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അത്ഭുതം. എന്ത് അദാബുകൾ കൊണ്ട് നിറച്ചതാണ് നരകം. ഒരു മനുഷ്യനും ഇത് താങ്ങാൻ കഴിയില്ല. 2 സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഇദ്രീസ് നബി അവിടെ നിന്ന് 3ാമതായിട്ട് പറഞ്ഞു, ഇനി ഒരാഗ്രഹം കൂടെയുള്ളൂ, ഇനി ഒരൊറ്റ ആഗ്രഹം കൂടെയുള്ളൂ. പറ്റില്ല എന്ന് പറയരുത്, ഇതുകൂടെ സാധിച്ചു തരണം. എന്താ? എനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഒന്ന് കാണണം. എനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഒന്ന് കാണണം. അതൊരു സാധാരണമായിട്ട് പറയേണ്ട കാര്യമല്ലല്ലോ, വല്ലാത്ത സ്വർഗമല്ലേ. അങ്ങനെ വല്ലാത്തൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ, എന്നെ ഒഴിവാക്കരുത്, ഇതെൻ്റെ ആഗ്രഹമാ. അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത്രേ, ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും കൂടെ സ്വർഗത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, എനിക്കകത്തോട്ട് കയറാൻ പ്രവേശനമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കയറിപ്പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വരണം. നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നുപോയി കാണേണ്ടതൊക്കെ കണ്ടു പെട്ടെന്ന് ഇറങ്ങി വരണം. അങ്ങനെ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കടത്തിവിട്ടു. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ അരുവികളും സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ പദവികളും എല്ലാം ഇങ്ങനെ കണ്ട് നടക്കുക. അസ്റായിൽ അലൈഹിസ്സലാം പുറത്തിങ്ങനെ കാത്തു നിൽക്കുക. ഈ സ്വർഗത്തിൽ കയറിയ നബി ഇറങ്ങി വരണില്ല, കാണുന്നില്ല. ഒരുപാട് സമയം ഇങ്ങനെ കാത്തു നിന്ന് അവസാനം ഇറങ്ങി വരുന്നില്ല. ചരിത്രം പറയുന്നു, അവിടെ നിന്ന് വിളിച്ചു, നബിയെ, ഇറങ്ങി വാ നബിയെ. അപ്പോൾ ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഇറങ്ങി വരൂല. എത്ര വിളിച്ചിട്ട് ഇറങ്ങി വരണില്ല. അതാണല്ലോ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ. സ്വർഗത്തിൽ കയറിയ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നില്ല. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ഇത്രേ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു. എന്താ വിഷയം? മസ്ലഹത്തിന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു മലക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു അസ്റായിലിനോട്, എന്തേപ്പാ ചങ്ങാതി, കാര്യങ്ങളൊക്കെ എന്താ? ഇതപ്പാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറി പോയിട്ട് ഇറങ്ങി വരണ്ടേ? ഇത്ര നേരമായി. ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു അകത്തുപോയി, ഇന്നതാണ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ ഈ മലക്ക് കടന്ന് എന്നിട്ട് ചോദിച്ചു, എന്തേ ഇറങ്ങിപ്പോകാത്തേന്ന്? ഇതിപ്പോൾ ഒരു നായി ഓടിച്ചു വിടറോ? ചങ്ങാതി പേടിക്കണ്ട, ഒന്ന് ഓടിച്ചേരെ. അസ്ഹാബുൽ കഹഫിന് കാവലിരുന്ന നായിയും സ്വർഗത്തിലല്ലേ, വാഴേക്കാൻ വന്നേയിരിക്കും. അങ്ങോട്ട് പോ. അപ്പൊ ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ്, എന്തേ ഇറങ്ങിപ്പോകാത്തത്? 3 മറുപടിയാ പറഞ്ഞത്. ഖുർആൻ പറയുന്നുണ്ട് ഈ 3 കാര്യങ്ങൾ. ആ രംഗം പറയുന്ന സമയത്ത് എന്നിട്ട് 3 കാര്യങ്ങൾ അവിടെ നിന്ന് ഹദീസ് ഖുർആനിൽ നമുക്ക് കാണാം.
എന്റെ പ്രിയപ്പെട്ടവരെ, ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ഒന്നാമത്തെ മറുപടി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഖുർആൻ പറയുന്നുണ്ട്, ലോകത്ത് കടന്നു വന്ന എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കുക തന്നെ ചെയ്യും. ഇദ്രീസ് നബി പറഞ്ഞ മറുപടി, ലോകത്ത് കടന്നു വന്ന എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കും. ഒരു വട്ടമല്ലേ മരിക്കത്തുള്ളൂ, 2 പ്രാവശ്യം മരിക്കത്തില്ലല്ലോ ആരും. ഒരാൾ ഒരു വട്ടമല്ലേ മരിക്കൂ, 2 പ്രാവശ്യം മരിക്കില്ലല്ലോ. അല്ല പറഞ്ഞിട്ടുണ്ട് മരണത്തിന്റെ വേദന എല്ലാവരും അനുഭവിക്കുമെന്ന്. ആ മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചു, ഇനി എനിക്കൊന്നുകൂടെ അനുഭവിക്കാൻ വയ്യ. രണ്ടാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞ മറുപടി, അല്ല പറഞ്ഞിട്ടുണ്ട് നരകം എല്ലാവരും അവരവരുടെ കണ്ണുകൊണ്ട് കാണുമെന്ന്. അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം എല്ലാവരും കാണുമെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നരകം കണ്ടു. 3, ഇദ്രീസ് നബി പറഞ്ഞ മറുപടി, സ്വർഗത്തിൽ കയറിയ ഒരാളെ അല്ല പിന്നെ ഇറക്കി വിടത്തില്ല. സ്വർഗത്തിന്റെ അകത്ത് കയറിയ ഒരാളെ അല്ല ഇറക്കി വിടത്തില്ല. അതുകൊണ്ട് ഇനി അല്ല ഇറക്കി വിടാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങൂല. ഇതാ ഇദ്രീസ് നബി പറഞ്ഞ മറുപടി. അവസാനം ചരിത്രം പറയുന്നു, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് ഇതൊക്കെ സംഭവിച്ചതെങ്കിലും അള്ളാഹു പറഞ്ഞു, ആ ചങ്ങാതി അവിടെ തന്നെ വിട്ടേക്കാൻ. അങ്ങനെയാണ് ആ പ്രവാചകൻ സ്വർഗത്തിൽ കയറി പറ്റിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഈ ചരിത്രം കേട്ട് ചിരിക്കണ വാപ്പ, നീ എങ്ങനെ പോകാനിരിക്കുക? അതാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിനോട്, പടച്ചവനേ എനിക്ക് നീ സ്വർഗ്ഗം തരണേ അല്ലാ. നാളെ മുത്തുനബിയുടെ കൂടെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിനക്ക് കടന്നു പോകാനുള്ള ഭാഗ്യമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? 5 കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മറക്കല്ലേ സഹോദരാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, അയ്യംന നഫ്സഹു മിനൽ മആസി. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാറുള്ള ഒന്നാമത്തെ എളുപ്പവഴി എന്തെന്നറിയുമോ? പാപങ്ങളിൽ നിന്ന് നിന്റെ ശരീരത്തിന് നിനക്ക് സൂക്ഷിക്കാൻ കഴിയുമോ? തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് നിന്റെ ശരീരത്തിന് നിനക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, മോനെ വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എടാ നിനക്ക് സ്വർഗ്ഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹമുണ്ടോ? നിന്റെ നഫ്സിനെ നീ ഒന്ന് നിന്റെ പരിധിയിലേക്ക് കൊണ്ടുപാടാ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നീ ചെയ്യാൻ പാടുള്ളൂ. നിനക്ക് തോന്നുന്നത് പോലെയല്ല ജീവിക്കേണ്ടത്. നീ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പടച്ച റബ്ബ് പറഞ്ഞു തരുന്നുണ്ട്. നിനക്ക് തോന്നുന്നത് പോലെ നടക്കാനല്ല, കള്ള് കുടിച്ച് പെണ്ണ് പിടിച്ച് പലിശ തിന്നുകൊണ്ട് നിസ്കരിക്കാതെ മതിമറന്നുകൊണ്ട് നടക്കാനല്ല. അല്ലാഹു പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ നടക്കണമടാ. ഞാൻ പറയുന്നത് പോലെ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ എന്നെ വഴിപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ പറയുന്നത് അനുസരിക്കുന്നതിന് വേണ്ടിയാണ്. എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ മോഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ വികാരങ്ങളും നിന്റെ വിചാരങ്ങളും സർവ്വതും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിലേക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നിനക്ക് നടക്കാൻ കഴിഞ്ഞാൽ, പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം നിനക്ക് അല്ലാഹു തരുമടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇന്നാർക്കാ അല്ലാഹുവിനെ പേടിയുള്ളത്? കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസായ രോഗം കടന്നു വന്ന എല്ലാവർക്കും അതിനെ പേടിയാണ്. ഒരു വൈറസ് രോഗം കടന്നു വന്നപ്പോ എല്ലാവർക്കും രോഗത്തിനെ പേടിയാ. അല്ലാഹുവിനെ ആർക്കും അത്രയും പേടിയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം വേണോ? ഒന്നാമത്തെ കണ്ടീഷൻ, നിനക്ക് തോന്നുന്നത് പോലെ ജീവിച്ചാ പോരാ, നിനക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചാ പോരാ. എങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹ് പറയുന്നുണ്ട്. നിന്റെ മോഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും പലതും ശരീരം നിന്നോട് പറയും, ഒന്നും നീ അനുസരിക്കാൻ പാടില്ല. നിന്റെ ശരീരം നിന്നോട് പലതും പറയും, പല ആഗ്രഹങ്ങളെ കുറിച്ചും പല കാര്യങ്ങളെ കുറിച്ചും നിന്നോട് പറയും. അതെല്ലാം നമുക്കനുസരിക്കാനുള്ള അവകാശമില്ല. ഒരു നിയമമുണ്ട്, ഒരു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു നിയമം വെച്ച് തന്നിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീ ഇങ്ങനെയേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു തന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ജീവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്ക്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, ഒരാൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പ്രായപൂർത്തിയായവരോട് അള്ളാഹു പറയുന്നുണ്ട്, ഇത് സ്വർഗത്തിലേക്കുള്ള വഴി, ഇത് നരകത്തിലേക്കുള്ള വഴി, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇതിലേ പോകുവാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. കള്ളു കുടിക്കാൻ പറ്റൂല, വ്യഭിചരിക്കാൻ പറ്റൂല, നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ഖുർആൻ ഓതണം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം, അള്ളാഹ് പറയുന്നത് പോലെ അനുസരിക്കണം. കഷ്ടപ്പെട്ട് നടന്നു പോയാൽ അവസാനം സ്വർഗത്തിലെത്താം. പക്ഷെ ഈ കാണുന്ന വഴി ആരും ഒന്നും പറയൂല. നിനക്ക് തോന്നുന്നത് പോലെ നടക്കാം, തോന്നുന്നത് പോലെ ജീവിക്കാം. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ നരകത്തിലാ പോയി വീഴുന്നത്. അതുകൊണ്ട് നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആൻ 5 നേരം നിസ്കരിക്കണം, 5 നേരം നിസ്കരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരീരം മറയ്ക്കണം. ഇസ്ലാം പറയുന്നുണ്ട് എങ്ങനെ ജീവിക്കണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരും. പാപങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ജീവിക്കുന്ന ഇന്ന് പ്രവാചകന്മാർക്കോ ഉസ്താദന്മാർക്കോ ഇന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പെണ്ണുങ്ങൾ എന്ത് തോന്നിമാസം കാണിച്ചാലും തലമറയ്ക്കാതെ നടന്നാലും അവർക്ക് എന്ത് കാണിച്ചാലും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്? നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് പ്രായപൂർത്തിയായ ഒരു പെണ്ണ് അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞ ഒരു പെണ്ണ് അറിഞ്ഞുകൊണ്ട് സ്വമേധയാ നല്ല മനസ്സോടുകൂടി ഒരുത്തരുമായിട്ട് കിടപ്പറ പങ്കിട്ടാലും കേസില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കണത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിനെന്നുള്ള ഓർമ്മയോടുകൂടി ജീവിക്കണം. അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടക്കരുത്, വികാരങ്ങളെ കാണിച്ചുകൊണ്ട് നടക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ വികാരമുള്ളവരാണ്, മോഹങ്ങളുള്ളവരാണ്, ആഗ്രഹങ്ങളുള്ളവരാണ്. പക്ഷേ ഇതെല്ലാം പടച്ചവന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയണം ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, നിന്നെ പോലെ നടന്നിരുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ തങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ അവൻ ആരായിരിക്കണമെടാ പൊന്നുമോനെ? ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? എന്തുകൊണ്ടാണ് അവന്റെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട്, എടാ നിനക്ക് 2 സ്വർഗമുണ്ടടാ, അല്ലാഹു നിനക്ക് 2 സ്വർഗമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് എന്ന് അതാ മയ്യത്ത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അവന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് ഉമർ തങ്ങൾ പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അതിന്റെ കാരണം എന്തെന്നറിയുമോ? 5 വഖത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിൽ കാണുമായിരുന്നു. ഒരു നേരമല്ല, ഒരു ദിവസമല്ല, എല്ലാ
ദിവസവും 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ ഒന്നാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരരാ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവരെ, ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. പടച്ചവനെ, പള്ളിയിൽ നിന്ന് തനിച്ചിങ്ങനെ രാത്രിയുണ്ടല്ലോ, തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ആ നാട്ടിലെ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരനെ വല്ലാതെ പ്രണയിക്കുന്ന, മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ. അതാ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് അതാ ഇടവഴികളിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരന്റെ ചാരത്തേക്ക് അതാ രാത്രിയിൽ ഓടി വരികയാണ്. ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ പെണ്ണ് പറയുന്നു, എടാ പൊന്നുമോനെ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്നോട് വല്ലാത്ത മോഹമാ. തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ സുന്ദരിയായ പെണ്ണ് യാചിക്കുകയാണ്, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? ആരും കാണില്ലടാ. പടച്ചവനെ, നടന്നു പോകുന്ന വഴിയിൽ പാതിരാത്രി പിടിച്ചു നിർത്തിയിട്ട് ഒരു സുന്ദരിയായ പെണ്ണൊരു ചുംബനത്തിന് വേണ്ടി, ഒരു സുഖത്തിന് വേണ്ടി യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തിനാ കരയുന്നതെന്നറിയുമോ? അല്ലാ, ഖസറ ദുനിയാ വല്ലാഖിറ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ, ഞാൻ നരകത്തിന്റെ അവകാശിയായല്ലോ അല്ലാ, മുത്തുനബി കിടക്കുന്ന സ്വർഗം ഞാൻ കളഞ്ഞല്ലോ അല്ലാ. ഒരു സുന്ദരിയായ പെണ്ണാരും കാണാതെ തന്റെ മാറിടത്തിലേക്ക് ചാരി നിർത്തിയിട്ട് അവിടെ നിന്നൊരു ചുംബനം ചോദിക്കുമ്പോ, അവിടെ നിന്നൊന്ന് സ്നേഹിക്കാൻ പറയുമ്പോ, പടച്ചറപ്പിനെ കുറിച്ച് ഭയന്നുകൊണ്ട്, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അവിടെ നിന്ന് ബോധം കെട്ട് താഴെ വീഴുകയാ. പടച്ചവനെ, പെണ്ണോടി രക്ഷപ്പെടുകയാണ്. ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ ആരോ അവസാനം അതിലൂടെ നടന്നു വന്നവര് ഈ ചെറുപ്പക്കാരനെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്ലാഹുവേ, പ്രായം ചെന്ന പിതാവിന്റെ മുന്നിലേക്ക് തന്റെ പൊന്നാര മകന്റെ ചലനമറ്റ ശരീരം കൊണ്ടുവന്ന് കിടത്തുകയാ. അവസാനം അവിടെ നിന്ന് ബോധം വന്നു. വാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നു, വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ, സ്വർഗം നഷ്ടപ്പെട്ടു പോയി, ഞാൻ വ്യഭിചരിച്ചു വാപ്പാ, ഞാൻ വ്യഭിചരിച്ചു വാപ്പാ. പടച്ചവനെ അവിടെ നിന്ന് ചോദിക്കുന്നു, എന്തേ പൊന്നുമോനെ സംഭവിച്ചത്? വാപ്പാ, നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു പെണ്ണെന്നെ കേറി പിടിച്ചു വാപ്പാ. നടന്നത് മുഴുവനും പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ പിതാവ് പറഞ്ഞു, നീ കരയല്ലേ, എന്തിനാ മോനെ നീ കരയുന്നത്? നീ പാപം ചെയ്തില്ലല്ലോ, ആ പെണ്ണ് നിന്നെ ഇങ്ങോട്ട് കയറി പിടിച്ചതല്ലേ, നീ അങ്ങോട്ട് കയറി പിടിച്ചതല്ലല്ലോ. എന്റെ മോൻ അല്ലാഹുവിനെ പേടിയുള്ളവനല്ലേ, അതുകൊണ്ടല്ലേ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് പിടഞ്ഞു വീണത്. അതുകൊണ്ട് എന്റെ മകന്റെ ഭാഗത്ത് തെറ്റില്ല, എന്റെ പൊന്നുമോന്റെ ഭാഗത്ത് തെറ്റില്ല. വാപ്പ സമാധാനിപ്പിക്കുകയാ. പക്ഷേ നിലവിളിയാണ്, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിയാണ്. പടച്ചവനെ, ഞാൻ പാപം ചെയ്തു പോയെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വീടിന്റെ അകത്ത് കിടന്ന് കരയുമ്പോ വാപ്പ ഒരുപാട് സമാധാനിപ്പിച്ചു. പക്ഷേ അംഗീകരിക്കുന്നില്ല. അവസാനം പറഞ്ഞു, വാപ്പാ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളോട് പോയി മസല ചോദിക്ക്, ഉമർ തങ്ങളോട് പോയി മസല ചോദിക്ക്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവസാനം തന്റെ പൊന്നുമകനും മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടപ്പോ അതുപോലെ കിടന്ന് നിലവിളിക്കുകയാണ്. തന്റെ പൊന്നാര മകൻ നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോകുമെന്ന് ഭയന്നുകൊണ്ട് ആ പിതാവ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അവന് പുറത്തു കൊടുക്കട്ടെ, അവന്റെ
അവന്റെ കയ്യിലെ തെറ്റില്ലല്ലോ. അല്ലാഹുവേ, പിതാവിന് വല്ലാത്ത സന്തോഷമായി പടച്ചവരെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കണ്ടവരുടെ കൂടെ കിടന്ന് വ്യഭിചരിച്ചിട്ട് ഒരു നാണമില്ലാതെ, മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയമില്ലാതെ എടാ വീട്ടിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരാ, ഭർത്താവിനെ വഞ്ചിക്കുന്ന പെങ്ങള്, ഒരല്പ സുഖത്തിന് വേണ്ടി സർവ്വതും മറക്കുന്ന പെങ്ങള്, ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ആ പിതാവ് നടന്നു വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? തന്റെ പൊന്നാര മകൻ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയാ. എന്തിനാടാ മരിച്ചത്? പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുന്ന വഴിയില് ഒരു പെണ്ണിങ്ങോട്ട് കയറി വന്ന് ശരീരത്തിൽ പിടിച്ചു പോയതിന്റെ പേരില് അല്ല എന്നെ നരകത്തിലിടുമോ? ഞാൻ നരകത്തിന്റെ അവകാശിയാണോ? ഞാൻ എങ്ങനെ വ്യഭിചാരിയെ പോലെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കും? അല്ലാഹുവിന്റെ സ്വർഗ്ഗം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തിട്ട് കരഞ്ഞ് 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 മരിച്ചു കിടക്കുകയാ. ഈ ചെറുപ്പക്കാരന്റെ ജനാസയാണ് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ ഉമർ തങ്ങൾ പറയുകയാ, പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ, നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ. എന്തിന്റെ പേരിലെന്നറിയുമോ? പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോ, അവസരം കിട്ടിയപ്പോ, അതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോ അല്ലാഹു പറയുകയാ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് എന്നെ പേടിച്ചുകൊണ്ട് ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞാൽ മഖാമ റബ്ബിഹി ജന്നതാൻ. നിസ്കരിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, സദഖ കൊടുത്തവനൊരു സ്വർഗമേ ഉള്ളൂ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമേ ഉള്ളൂ. പക്ഷെ അല്ല പറഞ്ഞത് എന്തെന്നറിയോ? എന്നെ ഭയന്നുകൊണ്ട് പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ അവന് ഞാൻ രണ്ട് സ്വർഗം തരാ. രണ്ട് സ്വർഗമാ അല്ല ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയക്കമടാ, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. നീ നിന്റെ ശരീരത്തെ സൂക്ഷിക്ക്, നീ നിന്റെ ഗുഹ്യഭാഗത്തെ സൂക്ഷിക്ക്, നീ നിന്റെ കണ്ണുകളെ സൂക്ഷിക്ക്. കണ്ണുകളെ സൂക്ഷിക്കാത്ത കാലവാ. സ്വർഗം വേണോ? സ്വർഗം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ കണ്ണുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, തെറ്റ് ചെയ്യാൻ ഒരു കുഴപ്പവുമില്ല, തെറ്റ് ചെയ്യാൻ ആർക്കും ഒരു മടിയുമില്ല. ഇന്ന് തെറ്റാണെന്ന് പോലും നമ്മളിൽ പലരും പല കാര്യങ്ങൾ സമ്മതിക്കുന്നില്ല. അല്ലാഹു നമുക്ക് ഈ തരുമാറാകട്ടെ. ഇന്നിതൊക്കെ പാപമാ, ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ ആ പറയുന്നവനെ നാണം കെടുത്തുന്ന കാലം. ഇത് ഏതെങ്കിലും ഉസ്താദന്മാര് പള്ളിയിൽ കയറി നിന്നിട്ട് പറയും, നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ കാണരുത്, അന്യ കാണുന്നത് ഹറാമ, അന്യ പെണ്ണിനെ കാണുന്നത്, അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത്, അന്യ പുരുഷന്റെ ശരീരം കാണുന്നത് പാപമാ, ഇതിലൂടെ നീ നരകത്തിൽ പോകും. ആരെങ്കിലും പാപമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്നത് പരിശുദ്ധമായ ദീൻ പറയുന്നു, എടാ ഒരു അന്യ പെണ്ണും മരിച്ചു പോയാൽ അവളുടെ മയ്യത്ത് കാണാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച നിയമമാ. ഒരു പെണ്ണും മരിച്ചാൽ ഒരു അന്യ പുരുഷൻ ആ പെണ്ണിന്റെ മയ്യത്ത് കാണരുത്. ഒരു അന്യ പുരുഷൻ മരിച്ചാൽ ആ പുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല. ഇതാ ദീൻ. സലാം പറയാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ നിയമം നിങ്ങൾ നോക്ക്. ഒരു പെണ്ണ് ഒരു അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ? ഒരു അന്യ പുരുഷൻ ഒരു പെണ്ണിനോട് സലാം പറയാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ നിയമം എടുത്തു നോക്ക്. വ്യഭിചരിക്കുന്നതും ബാക്കിയൊക്കെ പോകട്ടെ, ഒരു സലാം എന്ന് പറഞ്ഞാൽ തന്നെ ദുആയ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഒരു സലാം പറയാൻ പാടില്ലല്ലോ. ഒരു പെണ്ണ് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിന് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് സലാം പറയാൻ പാടില്ലല്ലോ. മരിച്ച മയ്യത്ത് കാണാൻ പാടില്ലല്ലോ. ഇതൊക്കെ പറയുമ്പോ എടാ നമ്മൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പടച്ചവനെ എന്താപ്പാ എടാ TV കാണാൻ പാടില്ല എന്ന് എല്ലാരും പറയുന്നു. എന്നാൽ ആരുടെയെങ്കിലും ഈ സദസ്സിൽ വീട്ടിൽ TV ഇല്ലാത്തവരൊന്ന് കൈപൊക്കിക്കേ.
ബാക്കിയുള്ളവരുടെ വീട്ടിൽ ബറക്കത്തിന് വെച്ചിട്ടുണ്ട് 2 എണ്ണം, തലകണ എത്ര ബെഡിന്റെ എത്രയുള്ള TV. എന്തേപ്പ അതിനകത്ത് കാണുന്നത്? ഇതൊക്കെ പറയുമ്പോ ചോദിക്കും, ഇതൊക്കെ പാവ? ഇയാളെ ഏതറാ പഴഞ്ചൻ, കൊണ്ട് കുഴിച്ചിടറ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഉസ്താദിനെ അല്ലേ? TV കാണാൻ പാടില്ലേ? ഇതിപ്പോ പെണ്ണുങ്ങളുടെ ശരീരം കണ്ടാ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നീ കണ്ടോ? ഇതൊക്കെ ഒരു പാപമായിട്ട് നമ്മൾ അംഗീകരിക്കണില്ല. ഇത് പാവമല്ലല്ലോ. അതുകൊണ്ടല്ലേ നീ വീട്ടിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഹാജിയാരുടെ വീട്ടിലുണ്ട്, ഹജ്ജ് ചെയ്തവന്റെ വീട്ടിലുണ്ട്, നിസ്കരിക്കുന്നവന്റെ വീട്ടിലുണ്ട്. അല്ലാഹുവേ 24 മണിക്കൂർ ലാ ഇലാഹ അടിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ അടിച്ചോണ്ട് നടക്കുക. ഉമ്മ വീട്ടിൽ മഗ്‌രിബ് കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ ഇരുന്ന് അടിക്കണം, TV വെച്ചിട്ട് അല്ലാഹ് അരനിക്കറിട്ടുണ്ട് ആടുക, കണ്ടോണ്ടിരിക്കുക. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, കാണണം. ഇവിടെ നിങ്ങളുടെ പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിലെ ഇപ്പൊ ഇത് കാണുന്നെന്തെന്നറിയോ? ഒരു മുണ്ടുടുക്കലുണ്ട്. പടച്ചനത് വല്ലാത്ത ഉടുപ്പാട്ടാ. അടി കിടക്കണ കമ്പനി വരെ വെളിയിൽ കാണുന്ന രീതിയിൽ മുണ്ടും മടക്കി എടുത്തണ വാപ്പാമാര്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ കാണാൻ ഇങ്ങനെ ഒരു ഉടുത്തെടുത്തിട്ട് ഇങ്ങനെ പോവാ. അല്ലാഹു അഅലം. ഇതൊക്കെ പാപമാണോ എന്നല്ലേ ചോദിക്കുന്നത്? എങ്കിലും നിനക്കറിയുവോ ഹറാമ് കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ട് നിനക്കുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് അറിയോ വാപ്പ? എന്റെ ഉമ്മ, നീയൊക്കെ 50 കൊല്ലം 40 കൊല്ലം അള്ളാനെ പേടിച്ച് ജീവിച്ച് മരിക്കാൻ സമയമായപ്പോ സീരിയലിന്റെ മുന്നിൽ ഇരുന്നിട്ട് നരകം വാങ്ങുന്നവളല്ലേ നീ? 50 കൊല്ലം അള്ളാനെ പേടിച്ച് ജീവിച്ച് തീരാറായപ്പോ TVയുടെ ഫണ്ടി മോനൊരു വലിയ വീടും വാങ്ങിച്ചു വെച്ചു, വലിയൊരു TVയും വെച്ചിട്ട് പറയാ ഇവിടെ ഇരുന്നോണം, എങ്ങോട്ടും പോണ്ട, ഇവിടെ ഇരുന്നോ കണ്ടോണ്ട്. അള്ള തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ ഉള്ളത് പറഞ്ഞപ്പോ സഹിക്കണില്ലേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ ചരിത്രം പറയാം. ഇരുന്ന് സീൻ കാണുന്ന വാപ്പമാരൊക്കെ കേട്ടോ, ഇരുന്ന് അന്യ പെണ്ണിന്റെ ശരീരം കാണുന്ന, അന്യ പുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന എല്ലാ വാപ്പായും ഉമ്മായും കേട്ടോ, ഈ ചരിത്രം കേട്ടിട്ട് നീ തീരുമാനിക്ക്, ഇത് പാപമാണോ അല്ലേ? ിലൂടെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മത്താഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുമ്പോ ഈ മഹാനാ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് ചോദിച്ചു, മോനെ, നീ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടല്ലോ, എന്താണ് നിന്റെ ജ്യേഷ്ഠന്മാർക്ക് സംഭവിച്ചത്? അവരെ പോലെ ആക്കല്ലേ എന്ന് ദുആ ചെയ്യുന്നല്ലോ, എന്താണ് സംഭവം? എന്നോടൊന്ന് പറഞ്ഞു തരുമോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ 1ാമത്തെ ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. പടച്ചവനെ, 40 വർഷക്കാലം അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാ. 1ഉം 2ഉം വർഷമല്ല, 40 കാലമാ, 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചിരുന്നത്. അല്ലാഹുവേ, അവസാനം അവിടെ നിന്ന് മരണസമയം അടുത്ത് വന്നപ്പോ എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടുവരുന്നതിന് വേണ്ടി എന്നോട് പറയുകയാണ്. ഞാൻ കരുതിയല്ലാ ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാനേ. ഞാനതാ ഖുർആൻ എടുത്ത് കയ്യിലേക്ക് കൊണ്ടുകൊടുക്കുമ്പോ എനിക്കതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് കീറിക്കളയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് വലിച്ചു കീറുകയാണ്. എന്നിട്ട് റബ്ബേ, ഈമാനില്ലാതെ മരിച്ചുപോയി. എന്റെ സഹോദരന്റെ അവസാനം മോശമായിരുന്നു, ഈമാനില്ലാത്ത മരണമായിരുന്നു. എന്റെ 2ാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. എന്റെ 2ാമത്തെ സഹോദരന്റെയും അവസാനം മോശമായിരുന്നു തങ്ങളെ. ഇപ്പോ അതേ പള്ളിയിലാ ഞാനും ബാങ്ക് വിളിക്കുന്നത്. അല്ലാഹുവേ, എനിക്കും പേടി
പേടിയാ, എനിക്കും പേടിയാ. അതുകൊണ്ടാണ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതല്ലാ, ഈമാനുള്ള മരണം തരണേ അല്ലാ. അവിടെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ സഹോദരങ്ങൾ കള്ള് കുടിക്കുന്നവരായിരുന്നു, അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവര് നിസ്കരിക്കുന്നവരായിരുന്നു, അവര് ഖുർആൻ ഓതുന്നവരായിരുന്നു, അവര് ദിക്റുകൾ പറയുന്നവരായിരുന്നു, അവര് സദഖകൾ കൊടുക്കുന്നവരായിരുന്നു, അവർ അല്ലാഹുവിനെ ഭയന്ന് നടന്നവരായിരുന്നു, അവര് ജീവിതത്തിൽ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാ. പക്ഷേ എന്റെ രണ്ട് സഹോദരങ്ങൾക്ക് ഒരേ ഒരു ദുസ്വഭാവമുണ്ടായിരുന്നു. ഒരു ദുസ്വഭാവം, ഒരു മോശമായ സ്വഭാവം എന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്നു. വാപ്പാ, നിനക്കുള്ള സ്വഭാവമാ. പെങ്ങളെ, ആ പറയുന്ന ഒരു ദുസ്വഭാവം നിനക്കുമുണ്ടല്ലോ. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്ന ദുസ്വഭാവം എന്തെന്നറിയുമോ? വഹുമാ യൻദുറാനി ഔറാദുൻ നിസാ. അതാ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം എന്റെ സഹോദരങ്ങളുടെ അവസാനം മോശമായി പോയത് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ മതാഫിന്റെ സൈഡിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, നിസ്കാരത്തടമ്പുള്ള വാപ്പാ, അതാ താടിയുള്ള ഉപ്പാ, കയ്യിലെ തസ്ബീഹും പിടിച്ച് നടക്കുന്ന പെങ്ങള്, ആഗ്രഹമില്ലേ പൊന്നുമോള് ഈ ഹറാമുകൾ ഇങ്ങനെ കാണുമ്പോ അന്യപുരുഷന്മാരുടെ ഔറത്ത് കണ്ട് ആസ്വദിക്കുന്ന ഉമ്മ, അന്യ പെണ്ണിന്റെ ശരീരം കണ്ടുകൊണ്ട് സുഖിക്കുന്ന ചെറുപ്പക്കാരാ, ആഗ്രഹമില്ലേടാ, മോഹമില്ലേടാ? അതാ മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് കിടന്ന് വന്ന് അവസാനം നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹു തന്നെ നാവ് കൊണ്ട് നിനക്ക് പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പറയാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറയാ കഴിയുമെന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ കടന്നു വരുമ്പോ ആ മരണത്തിന്റെ അവസാന സമയത്ത് ശഹാദത്ത് കലിമ പറയാ കഴിയുമെന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, മലക്കുകൾ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോ ആ സ്വർഗം നിനക്ക് കാണാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഹറാം കണ്ടുകൊണ്ട് കാണാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ. ആ പടച്ച റബ്ബിനെ നാളെ സ്വർഗത്തിൽ ചെന്നിട്ട് അല്ലാഹുവിനെ കാണാ, അല്ലാഹു സലാം പറയുമ്പോ അല്ലാഹനെ കണ്ടുകൊണ്ട് മടക്കാ നിനക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ കിടക്കുന്നത് പോയിട്ട്, ആ സ്വർഗം കാണുന്നത് പോയിട്ട്, ആ സ്വർഗം ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. അതൊന്ന് ശ്വസിക്കാ നിനക്കർഹതയുണ്ടോ വാപ്പാ? കഴിയുമെന്ന് തോന്നുന്നോടാ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. നമ്മളൊക്കെ മനുഷ്യരാ, മലക്കുകളല്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, പാപം ചെയ്യാത്ത ഒരാളുമില്ല. പക്ഷേ ചെയ്തു പോയ പാപങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവൻ നല്ലവനല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ചെയ്തു പോയ പാപങ്ങൾ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞോ. ഇനി തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഇന്നി അഖാഫുല്ലാഹ്, മഹാനായ
യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അതാ ഒരുങ്ങിയിരുന്നിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് യാചിക്കുമ്പോ യൂസുഫ് നബി പറഞ്ഞ മറുപടി ഇന്നി അഖാഫുല്ലാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. എന്ന് പറയുന്ന ചെറുപ്പക്കാരന് രാജാവിന്റെ പൊന്നാരമകള് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് ഉടുതുണി ഉരിഞ്ഞിട്ട് തന്റെ ശരീരം കാണിച്ചിട്ട് എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ, ഈ 4 ചുമലുകൾക്കുള്ളിൽ കിടന്ന് എന്ത് ചെയ്താൽ ഒരാളും അറിയില്ലല്ലോ എന്നവിടെ കിടന്ന് യാചിച്ചപ്പോ യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ പറഞ്ഞു കൊടുത്തത്, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുമല്ലോ. യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരന് ഒരു സാഹചര്യം ഒരുക്കിയിട്ട് ആരും കാണാതെ സുന്ദരിയായ പെണ്ണിന്റെ വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് വീടും പരിസരവും മുഴുവനും അതാ ബന്ധിച്ചിട്ട് അവസാനം സുന്ദരിയായ പെണ്ണിന്റെ 2 കാലുകളുടെ തുടയിടയിലേക്ക് തന്റെ 2 കാലുകൾക്കിടയിലേക്ക് ആ ചെറുപ്പക്കാരൻ വ്യഭിചരിക്കാൻ കേറിയിരുന്നപ്പോ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞില്ലേ, മരിക്കണ്ടേടാ, ഇന്നി അഖാഫുല്ലാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. നാളെ പടച്ചവനോട് നിനക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുമല്ലോ, മരിച്ചു പോകണ്ടേ എന്ന് ചോദിച്ച പെണ്ണുങ്ങളെ പോലെ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പാപങ്ങൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും, തെറ്റുകൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും. ശരീരം പറയും ചെയ്യ് ചെയ്യ് ചെയ്യ്, ഇല്ല. സുന്ദരികളായ പെണ്ണുങ്ങൾ ശരീരം തുറന്നു കാണിച്ചിട്ട് പറഞ്ഞു, എന്റെ മോഹമൊന്ന് സാധിച്ചതാ, പറഞ്ഞു ഇന്നി അഖാഫുല്ലാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. ആഗ്രഹമുണ്ട്,